നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പണി തീരാത്ത പാലം. തെക്കൻ കേരളത്തിലെ പ്രധാന സംസ്ഥാന പാതയായ MC റോഡിൽ ഏനാത്ത് പാലം വഴി ഗതാഗതം പുനരാരംഭിക്കാൻ ദീർഘനാൾ വേണ്ടിവരും. ബലക്ഷയം കാരണം ഒരു ഭാഗം താഴ്ന്ന പാലത്തിലൂടെ വാഹന സഞ്ചാരം പൂർണ്ണമായും നിരോധിച്ചത് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ. തൂണുകളുടെ അടിഭാഗത്ത് സംഭവിച്ച ബലക്ഷയം ഗുരുതരമെന്ന് വിദഗ്ധ സംഘം. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഏനാത്ത് പാലം അടച്ചതോടെ MC റോഡ് വഴിയുള്ള സഞ്ചാരം ദുരിതപൂർണ്ണം. നിർമ്മാണം പൂർത്തിയാക്കി 18 വർഷം മാത്രമായ പാലത്തിന് പകരം പുതിയ പാലം തൽക്കാലം സർക്കാരിന്റെ പരിഗണനയിലില്ല. അറ്റകുറ്റപ്പണി ഏതു വിധത്തിൽ വേണമെന്ന കാര്യത്തിലും ആശയക്കുഴപ്പം. ഏനാത്ത് പാലത്തിന് സംഭവിച്ച കേടുപാടുകൾ ചെറിയ വാഹനങ്ങളെ പോലും കടത്തിവിടാനാകാത്ത വിധം ഗൗരവമുള്ളതെന്ന് പരിശോധനയിൽ കണ്ടെത്തൽ. താഴ്ന്ന ഭാഗം ഉയർത്തി ബെയറിങ്ങുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമം ഉപേക്ഷിച്ചതായി വിദഗ്ധർ. പാലത്തിന് കെണിയൊരുക്കിയത് തൂണുകൾക്ക് സമീപത്തു നിന്നുള്ള മണൽവാരലെന്നും നിഗമനം. സത്യം തേടി കമ്മീഷൻ. മറ്റക്കര ടൗൺസ് എഞ്ചിനീയറിംഗ് കോളേജിനെതിരായ ആരോപണങ്ങൾ ശക്തമാകുന്നതിനിടെ കോളേജ് അംഗീകാരം നേടിയത് വളഞ്ഞ വഴിയിലൂടെയെന്ന് കണ്ടെത്തൽ. സ്വാശ്രയ കോളേജുകൾക്ക് പ്രവർത്തന അംഗീകാരം ലഭിക്കാൻ 10 ഏക്കർ സ്ഥലം വേണമെന്നിരിക്കെ 3 നിലയിലുള്ള സ്ഥാപനം പ്രവർത്തിക്കുന്നത് 50 സെന്റിൽ. പോരായ്മകൾ നിലനിൽക്കെ ടോംസ് കോളേജിന് അംഗീകാരം ലഭിച്ചത് 2014 ഇപ്പോഴത്തെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ കുഞ്ചറിയ AICTE സെക്രട്ടറിയായിരിക്കെ. കോളേജിൽ പ്രിൻസിപ്പലിന് പോലും സ്വന്തമായി മുറിയില്ല. ലൈബ്രറി പ്രവർത്തിക്കുന്നത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് അനുബന്ധമായെന്നും അന്വേഷണ സമിതി കണ്ടെത്തൽ. കോളേജുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതികൾ ഗൗരവമുള്ളതെന്ന് തെളിവെടുപ്പ് നടത്തിയ സർവകലാശാല രജിസ്ട്രാർ. ടോംസ് കോളേജിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും വിശദീകരണം. അന്വേഷണ സംഘം സർക്കാരിന് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ക്ലൈമാക്സുമായി ദിലീപ്. തിയേറ്റർ സമരം പിൻവലിച്ച എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ നടപടിക്ക് പിന്നാലെ പുതിയ സംഘടന എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന പ്രഖ്യാപനവുമായി നടൻ ദിലീപ്. തിയേറ്റർ മേഖലയിൽ പുതിയ സംഘടന രൂപീകരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെ. സംസ്ഥാനത്ത് തിയേറ്ററുകൾ അടച്ചിടുന്ന സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും ദിലീപ്. പുതിയ സംഘടന സമരത്തിനെതിരായുള്ള നീക്കമല്ല. കേരളത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി നിലനിന്നിരുന്നത് കലാകാരന്മാരെയും പ്രേക്ഷകരെയും നിരാശപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം. തനിക്കെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ പുച്ഛിച്ചു തള്ളുന്നതായും ദിലീപ്. വൈകുന്ന സമവായം. IAS ഉദ്യോഗസ്ഥരുടെ നീരസത്തിൽ ഭരണ പ്രതിസന്ധി മൂർച്ഛിക്കവേ സമവായ ശ്രമത്തിനൊരുങ്ങി സർക്കാർ. ഇടഞ്ഞു നിൽക്കുന്ന പ്രധാനികളെ തണുപ്പിക്കാൻ തിങ്കളാഴ്ച ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും അടിയന്തര യോഗം തലസ്ഥാനത്ത്. ചീഫ് സെക്രട്ടറി യോഗം വിളിച്ചത് വകുപ്പ് സെക്രട്ടറിമാരുടെ കടുംപിടുത്തത്തിൽ ഫയൽ നീക്കം മരവിച്ചതോടെ. അടിയന്തര പ്രാധാന്യമുള്ള ഫയലുകൾ പോലും നിസ്സാര കാരണങ്ങളാൽ തടഞ്ഞുവെച്ച് വകുപ്പ് മേധാവികളുടെ നിസ്സഹകരണം. വിജിലൻസ് ഇടപെടലിന് സാധ്യതയുള്ള വിഷയങ്ങളിൽ സാവകാശമുള്ള തീരുമാനം മതിയെന്ന് നിലപാട്. കാരുണ്യ ധനസഹായ പദ്ധതി പോലും ജില്ലാ കളക്ടർമാർ മരവിപ്പിച്ചതായി ആക്ഷേപം. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2725 രൂപ, പവൻ 21,800 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.